2031 വരെ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു കലണ്ടറിനകത്ത് കേരളം ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക? അതിനകത്ത് നടക്കുമോ എന്ന് എങ്ങനെയാണ് ചിന്തിക്കേണ്ടി വരുന്നത്? അതൊരു സംശയമായിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയില്ല. അതാണ് നമ്മൾ പറയുക പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമുക്കിന്നും അറിയില്ല. നമ്മളെ ബഡ്ജറ്റും കോടികളുടെ പ്രഖ്യാപനത്തിനപ്പുറം എന്താണ് പ്രൊഫഷണലിസം നമുക്കറിയില്ല. കാരണം നമ്പർ 1 ടീമാണ് അർജന്റീന ഇന്ന്. നമ്പർ 1 ടീം, നമ്പർ 1 പ്ലെയർ ആണ് മെസ്സി. നമ്മൾ അവരുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവരുടെ ലോങ് വിഷൻ നിങ്ങൾ ചിന്തിക്കുക. മെസ്സി എന്തുകൊണ്ട് അമേരിക്കൻ ലീഗ് കളിക്കുന്നു? അടുത്ത ലോകകപ്പ് അമേരിക്കയിലാണ്. ആ ലോകകപ്പിൽ ഇപ്പോഴേ അദ്ദേഹം മൈൻഡും ബോഡിയും ഫിറ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ അതിന് സെറ്റ് ആക്കുകയാണ്. മൈൻഡും ബോഡിയും സെറ്റ് ആക്കിക്കൊണ്ട് അടുത്ത വേൾഡ് കപ്പ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു എക്സ്പോഷർ ട്രിപ്പിന് വേണ്ടി മാത്രം ഒരു പ്രൊഫഷണലായ മെസ്സി വരുമോ? തീർച്ചയായിട്ടും അവർക്കൊരു ഫ്രണ്ട്ലി മാച്ച് ആവശ്യമുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഈ 1-ാം നമ്പർ രാജ്യത്തിനെതിരെ കളിക്കാൻ ആദ്യത്തെ 25 റാങ്കിങ്ങിലുള്ള മറ്റൊരു ടീമിനെ കണ്ടുപിടിക്കണം. അർജന്റീന മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. അപ്പൊ അങ്ങനെ ഒരു കടമ്പ അവിടെ ഉണ്ട്. ഈ ടീമുകളുടെ എല്ലാം കലണ്ടർ നിശ്ചയിച്ചുകൊണ്ട്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി, അദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ച് അദ്ദേഹം ഫിസിക്കൽ ഫിറ്റ്നസ്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവല് നിലനിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ അത്യാവശ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഇനിയും ഒരു ലോകകപ്പ് നേടണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോൾ ആ പെനാൽറ്റി മിസ്സായതിനു ശേഷം ഇനി ഞാൻ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കളിക്കാരൻ തിരികെ വന്ന് 4 വർഷത്തിന് ശേഷം ഒരു രാജ്യത്തിന് ലോക കിരീടം നേടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രായത്തിന്റെ ഇത് വെച്ചുകൊണ്ട് നമ്മളെല്ലാം വിചാരിക്കുന്നത് അദ്ദേഹം ഇനി രാജ്യത്തിന് കളിക്കില്ല. കിരീടം നേടി അദ്ദേഹം ബൂട്ടഴിക്കുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും 4 വർഷം കഴിഞ്ഞ് കളിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ലോകകപ്പ് നേടാൻ അർജന്റീനയ്ക്ക് സാധിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അപ്പൊ ആ ടീമിൽ കളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവൽ ക്രമപ്പെടുത്തി നിലനിർത്തണം. അതിനോടൊപ്പം തന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞാൻ കളിക്കാൻ യോഗ്യനാണ്, ഞാൻ പ്രിപ്പയർ ആണ്, ഞാൻ രാജ്യത്തിന് വേണ്ടി വീണ്ടും ഒരു കപ്പ് നേടിക്കൊടുക്കും, എനിക്കത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് അയാൾ അമേരിക്കയിൽ കളിക്കുന്നത്. അതാണ് പ്രൊഫഷണലിസം.